ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഏറെ പ്രയോജനകരമായ ഒരു ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ നാസർ സാഹിബിന് സ്നേഹതീരത്തിൻ്റെയും ഈ പെരുമാതുരയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. മഹരിമ വാങ്ങിനുള്ള സമയമായി ആശംസാ പുസ്തകങ്ങൾ ഓരോ മിനിറ്റിലും നമുക്ക് ആദ്യമായി വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ ഹസൻ. അസ്സലാമു അലൈക്കും. നാസർ സാറെ എല്ലാം, അതായത് ഒരു നാട്ടുകാരൻ നമ്മോട് പറയുന്ന അതേ ഭാഷയിൽ അതേ കാര്യങ്ങൾ നാസർ സാർ നമ്മോട് പറഞ്ഞു. ഒരു പെരുമാതറക്കാരൻ എങ്ങനെയാണോ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടത് അതേ രീതിയിലാണ് നാസർ സാർ സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതൊരാവേശമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെയും സാറിനെ പോലെ സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. സ്നേഹതീരം ഒപ്പം ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഫുൾ A+ വാങ്ങി ജയിച്ച SSLC +2 വിദ്യാർത്ഥികൾക്കും അറബിക് MA യിൽ സെക്കൻഡ് റാങ്ക് നേടിയ ഷിഹാമ ഫാത്തിമയ്ക്കും കിംസ് ഹെൽത്ത് സ്നേഹതീരം സ്കോളാസ്റ്റിക് അവാർഡുകൾ നൽകുകയാണ്. ആദ്യം അറബിക് MAക്ക് സെക്കൻഡ് റാങ്ക് പാസ്സായ ഷിഹാമ ഫാത്തിമയ്ക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകുന്നത് നമ്മുടെ മുഖ്യ അതിഥി അബ്ദുൽ നാസർ സാഹിബാണ്. അദ്ദേഹത്തെയും ഷിഹാമ ഫാത്തിമയും ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറും പെൺമ പ്രസിഡൻറ്റുമായിട്ടുള്ള ജബീന ടീച്ചറെ ഈ വഴിയിൽ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് എൻ്റെ വിനയം നിറഞ്ഞ പൂക്കോല്. ഈ വാർഷിക പരിപാടി എന്ന് പറയുന്നത് ഒരു ആഘോഷം മാത്രമല്ല, നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നും ഇനിയും എത്ര ദൂരം പോകേണ്ടതുണ്ട് എന്നും ഓർമ്മിപ്പിക്കലാണ്. അതനുസരിച്ച് വേണം നമ്മുടെ ഭാവി പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യാൻ. ഇവിടുത്തെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ സ്പന്ദനമാണ്. നിങ്ങളുടെ ഓരോ പരിശ്രമവും, നിങ്ങൾ കരസ്ഥമാക്കുന്ന ഓരോ നൈപുണ്യം, നിങ്ങൾ കടക്കുന്ന ഓരോ കടമ്പയും ഞങ്ങൾക്കും നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും ഒക്കെ വളരെ സന്തോഷം നൽകുന്നു. ആ ഓർമ്മ എപ്പോഴും വേണം. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളതുപോലെ ആ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പുസ്തക അറിവ് നേടൽ മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാകാനും ഉത്തരവാദിത്ത ബോധമുള്ള പൗരനാകാനും ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാകാനും ശ്രമിക്കുക. ഈ നാടിൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കട്ടെ. ആമീൻ. രക്ഷകർത്താക്കൾ, നിങ്ങൾ ഈ നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റുമാണ് ഈ പ്രോജക്റ്റിൻ്റെ വിജയം. നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുമ്പോൾ വരികയും സഹകരിക്കുകയും ചെയ്യുക. ഈ ഓരോ കുട്ടിയും നിങ്ങളുടെ കുടുംബവും ഈ പ്രോജക്റ്റിൻ്റെ ഒപ്പം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പലതും നേടിയെടുക്കാൻ പറ്റൂ. കുട്ടിയുടെ സമഗ്ര വികസനം സാധ്യമാവൂ. ഇനി ഇവിടുത്തെ അധ്യാപകർ, അവർ ഊണും ഉറക്കവും കളഞ്ഞ് ഈ കുട്ടികളുടെ കൂടെയാണ്. അവരുടെ അക്കാദമിക രംഗത്ത് മാത്രമല്ല, അവരുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളും പോഷിപ്പിക്കാൻ അവർ പരിശ്രമിക്കുകയാണ്. അവരുടെ ഡെഡിക്കേഷനാണ് ഇതിൻ്റെ കാതലെന്ന് പറയാം. അവരോടും ഇതിൻ്റെ പ്രോജക്റ്റ് ഓഫീസറായ സാജിദിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും എൻ്റെ അനുമോദനം അറിയിക്കുകയും ഞാൻ ചെയ്യുന്നു. ഇത് തുടർന്നും ഇതുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കുട്ടികളുടെ ജീവിതത്തിന് നിറവും മണവും
രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങളുടെ പരിശ്രമം വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ പരിപാടി നന്നായി മംഗളമായി നടക്കട്ടെ. ഈ പൊതു ചടങ്ങും അതിനുശേഷമുള്ള കലാപരിപാടികളും ഒക്കെ നമുക്കൊരു പ്രചോദനമായിരിക്കട്ടെ. ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാനും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അത് കയ്യെത്തിപ്പിടിക്കാനും ഒക്കെയുള്ള പ്രചോദനമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും അതിനുള്ള കഴിവും അവസരവും പടച്ചവൻ തരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ആദരവ് നൽകിയ ഈ പെരുമാറിൽ നിന്നും റിട്ടയർ ചെയ്ത് പോകുന്ന 2 അധ്യാപകർ നമ്മോടൊപ്പം ഉണ്ട്. സർക്കാർ സ്കൂളാകുന്നത് നിങ്ങൾക്കറിയാം, സർക്കാർ തീരുമാനിക്കുന്നതാണ് 1-2 വർഷം കഴിയുമ്പോൾ സർക്കാർ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോകും. അതാണ് ലളിതാകുമാരി ടീച്ചർ ഏതാണ്ട് 2 വർഷത്തോളം ഇവിടെ സേവനമുണ്ട്. പക്ഷേ മാനമ്പള സ്കൂളിലെ മിനി ടീച്ചർ എന്ന് പറയുന്നത് 31 വർഷമായി ആ സ്കൂളിൽ ഏറ്റമായിട്ടിരിക്കുന്നു. അതിനു മുമ്പ് ടീച്ചറുടെ അമ്മ യശോദ ടീച്ചർ 31 വർഷം. അപ്പോൾ 66 വർഷം ഈ നാടിനെ സേവിച്ച ഒരു കുടുംബമാണ്. അപ്പോൾ അതിനുകൊണ്ട് നന്ദി രേഖപ്പെടുത്താൻ ആദ്യം മിനി ടീച്ചറെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കളെ, ഇവിടെ ഞാനിന്ന് എനിക്കൊട്ടും വരാൻ പറ്റുന്നൊരു ദിവസമായിരുന്നില്ല. എന്നിട്ട് കൂട്ടി ഞാൻ ഇവിടെ വരാൻ കഴിഞ്ഞത് എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ചവരും അവരുടെ മക്കളും 2 തലമുറയെ പഠിപ്പിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളെയൊക്കെ കാണണം എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിൽ ഇന്ന് ഇത്രയും താമസിച്ചിട്ടും പങ്കെടുക്കാൻ പറ്റിയത്. ഇവിടെ നിന്ന് ഈ എഡ്യൂക്കെയർ തന്ന ഈ സ്നേഹാദരവിനും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിനും ഞാൻ ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലളിതാകുമാരി ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാന്യ വ്യക്തിയാണ് ഇവിടെ നിന്ന് ഉദ്ഘാടനം നടത്തിയിട്ട് നമ്മൾ ഇപ്പോൾ പോയിരിക്കുന്നത്. കാരണം നമ്മുടെ മക്കളിൽ കൂടുതൽ പേരും ഫിഷറീസ് ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അതിന് ഗ്രാൻറ്റ് അനുവദിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഓരോ വർഷവും കൂടുതൽ കുട്ടികൾ ഗ്രാൻറ്റ് ന് അർഹരായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞാൽ വളരെ എഡ്യൂക്കെയറിനോടും അതിൻ്റെ ഭാരവാഹികളോടും, പ്രത്യേകിച്ച് സകർ ഹുസൈൻ സാറ്, സാജിദ്, അവർ നിരന്തരം ഈ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ സ്കൂളിന് സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു കാര്യത്തിനും നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന, നമ്മുടെ സ്കൂളിനെ ഒരു കൈത്താങ്ങാകുന്ന എഡ്യൂക്കെയർ സ്നേഹതീരം, കിംസ് സ്നേഹതീരത്തിന് നമ്മുടെ സ്കൂൾ എപ്പോഴും കടപ്പെട്ടിരിക്കും എന്ന് തന്നെ പറയാം. അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ സ്കൂളിലെ സാഹചര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇനിയും തുടർന്ന് വരുന്ന പ്രഥമാധ്യാപകരും അതിന് അവർക്ക് സഹായകമാകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഏതായാലും ഈ ഒരു മഹനീയ മുഹൂർത്തത്തിന് ഇവിടെ എത്താനും അവരുടെ ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിലും അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.